ഹായ് ഗൈസ്, ഇന്നത്തെ വർക്കൗട്ട് മൂവ്മെൻറ്റ് വർക്കൗട്ടുകളാണ്. ഈ മൂവ്മെൻറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് മര്യാദക്ക് നടക്കാനും ഇരിക്കാനും എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിലും അതുപോലെ തന്നെ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നതും നമ്മൾ ഈ ജോയിൻ്റൊക്കെ കറക്റ്റ് മൂവ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൂവ്മെൻറ്റൊക്കെ കുറഞ്ഞു വരും. നമ്മൾ പ്രായമനുസരിച്ചിട്ട് നമ്മളെ മൂവ്മെൻറ്റ്സൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ വർക്കൗട്ടിൽ നമ്മൾ കുറേ മൂവ്മെൻറ്റുകൾ ആഡ് ചെയ്യണം, മൂവ്മെൻറ്റ് വർക്കൗട്ടുകൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ സ്ട്രെങ്ത്തും ഇതുപോലെ തന്നെ പ്രായമനുസരിച്ച് നമ്മളെ സ്ട്രെങ്ത്ത് കുറഞ്ഞു വരും. അതുപോലെ തന്നെ സ്ട്രെങ്ത്ത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ട്രെങ്ത്തിലും കുറേ മൂവ് ചെയ്യണം. അത് വെറും കാഫ് റേസ്, സ്കോട്ട് അത് മാത്രമാവരുത്. കുറേ മൂവ്മെൻറ്റ് ചെയ്തിട്ടുള്ള സ്ട്രെങ്ത്ത് വർക്കൗട്ടുകൾ അതും കൂടി നമ്മൾ വർക്കൗട്ട് ഉൾപ്പെടുത്തണം. പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തുടക്കക്കാർക്ക് ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ ഈ മൂവ്മെൻറ്റ് വർക്കൗട്ടും ജമ്പിങ് വർക്കൗട്ടും നിങ്ങളുടെ വർക്കൗട്ട് ഒന്നും കൊടുക്കരുത്. അവർക്ക് ആദ്യം അവരെ ഏതൊക്കെ വീക്കുള്ള ഏരിയ നോക്കിയിട്ട് ആ വീക്കുള്ള ഏരിയയിലൊക്കെ സ്ട്രെങ്ത് ചെയ്ത് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ മൂവ്മെൻറ്റ് വർക്കൗട്ടും ജമ്പിങ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക. അവരെ കാലിൻ്റെ മുട്ട്, ആങ്കിള്, ഹിപ്പ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അല്ലാതെ ഒരു തുടക്കക്കാർക്ക് നിങ്ങൾ വന്നിട്ട് ഈ വക വർക്കൗട്ടോ കാര്യങ്ങളൊന്നും കൊടുക്കരുത്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ ഫുൾ ബോഡി ചെക്കപ്പൊക്കെ ചെയ്തിട്ട് വേണം ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്നൊരു നിങ്ങളെ ബോഡി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല നിങ്ങളുടെ ബോഡിയിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം, അസുഖമോ കാര്യങ്ങളോ ഉണ്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അത് ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുക. അതിനുശേഷം നിങ്ങൾ ഗ്രാജുവലി പതുക്കെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കൂളും ചെയ്ത് പിന്നെ സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ സ്ട്രെച്ചിങ് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യണം. എന്ത് വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്ത് അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അതിന് മുന്നേ കുറച്ച് മൊബിലിറ്റിയും കുറച്ച് ആംഗിൾ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ടൊന്ന് മസാജിങ് ചെയ്യുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മസാജ് ചെയ്യുക. അത്യാവശ്യം വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മസിലൊക്കെ ഒന്ന് ടൈറ്റായിട്ടുണ്ടാവും. അതൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ടാണ് സ്ട്രെച്ചിങ്ങും മസാജിങ്ങും ഒക്കെ ചെയ്യാൻ പറഞ്ഞത്. ഡെയിലി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യും. എല്ലാവരും കൂടെ ഇരുന്നിട്ട് മസാജ് ചെയ്യും. മസാജിങ് ഒക്കെ കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും. ബ്രീത്തിങ് ഹോൾഡ് ചെയ്യും. ഒരു 20 സെക്കൻഡ് ശ്വാസം പിടിച്ച് വെക്കുക. അതുപോലെ തന്നെ ഒരു 20 സെക്കൻഡ് റിലാക്സ് ചെയ്യുക. വീണ്ടും ഒരു 20 സെക്കൻഡ്. അങ്ങനെ ഒരു 10 സെറ്റ് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരു 4 ദിവസം അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ലാസ്റ്റിലൊരു മെഡിറ്റേഷൻ ചെയ്യും. അങ്ങനെ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ കിടക്കും. കണ്ണൊക്കെ അടച്ച് പിടിച്ചിട്ട് മുക്കി കൂട്ടുക. ശ്വാസം പതിയെ എടുത്തിട്ട് വായിൽ നിന്ന് ശ്വാസം പതുക്കെ വിടുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ശ്വാസത്തിൽ തന്നെ മൈൻഡ് ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഫോണിൽ ടൈം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെ ഇന്നത്തെ സെക്ഷൻ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇനി വീണ്ടും നാളെ കാണാം. ബൈ. പതിയെ മുക്കിയുടെ ശ്വാസം എടുക്കുക. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പതിയെ വായിൽ കൂടെ ബ്രീത്ത് വിടുക.